ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതൊക്കെ ഇതിൽ ഇറച്ചിയാണ് കേട്ടോ, കോഴി ഇറച്ചിയാണ്. ഇതാ അതിൻ്റെ അടിയിലൊക്കെ കോഴിയാണ്, അതിൻ്റെ മുകളിൽ ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ടാണ് ഞാൻ. അപ്പോൾ ഇത് നല്ല കഴുകി അടുപ്പത്ത് ഇട്ടതിൻ്റെ ശേഷം തക്കാളി, പച്ചമുളക്, കരിവേപ്പില, മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി ഇതെല്ലാം കൂടെ അതിലിട്ടിക്കുന്ന കേട്ടോ. വലിയ ഉള്ളി അരിഞ്ഞിട്ടിക്കണേ, രണ്ട് ചെറിയ വലിയ ഉള്ളി അരിഞ്ഞിട്ടിന് ഇതെല്ലാം കൂടെ ഇതിലിട്ടുകൊണ്ടൊന്നിങ്ങനെ കുഴക്കുക നല്ലോണം. നല്ലോണം കുഴക്കുക കേട്ടോ. നമുക്ക് നോമ്പ് തുറണ്ട്, ഇതാണ് വലിയ ചട്ടിയും തോന ഇറച്ചിയൊക്കെ വെക്കണത്. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ രണ്ടാളേ ഉള്ളൂ, ഒന്നും ഇതാക്കലും ഒന്നുമില്ല. കാരണം ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നല്ലാണ്ട്. പിന്നെ മോള് ഇവിടെ അടുത്തുണ്ട്, ഓളെന്തെങ്കിലുമൊക്കെ തരൂ. അപ്പോൾ അതൊക്കെ അങ്ങനെ കാട്ടിക്കൂട്ടി എടുത്തുങ്ങാണ്ട് അങ്ങനെയൊക്കെ തിന്നു. ഇന്നിപ്പോൾ നമുക്ക് ആളുള്ളതിനെ കൊണ്ട് ഇതൊക്കെ തിന്നാം. ഇൻഷാ അല്ലാഹ് ഉണ്ടാക്കുകയാണ്. ഇതിൽ നല്ല ചുടുവെള്ളം ഇതാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല ചുടുവെള്ളം വെച്ചെടുത്തിട്ട് അടുപ്പ് കണ്ടില്ലേ, ഇതാ അത് അടുപ്പത്താണ് വെക്കുന്നത്. ഇതൊക്കെ തീയുണ്ടോ, കെട്ട് ആറിപ്പോയി. വലിയ ചെമ്പ് അടുപ്പത്ത് വെച്ചിന് വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിടൂ. പിന്നെ ഇത് കുടിക്കാനുള്ള ചെമ്പിൽ വെള്ളം വെക്കൂ. പിന്നെ ഇതിങ്ങനെ ഈ അടുപ്പത്തും വെക്കുകയാണ്. അപ്പം അങ്ങനെ ഏതായാലും ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നം എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. നമുക്ക് പിന്നെ അങ്ങനത്തെ പേടിയില്ല. ഞാനൊക്കെ പണ്ട് ചെറുപ്പത്തിലേ കത്തിച്ച് ശീലിച്ചാണ്. അതിനെക്കൊണ്ട് കത്തിക്കുന്നതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അതിനെക്കൊണ്ട് എനിക്ക് അടുപ്പ് ഇഷ്ടമാണ്, അടുപ്പുണ്ടാക്കി ഇടും. അതിനെക്കൊണ്ട് ഇന്നിപ്പോൾ ഒരു ഉപകാരമായി. അങ്ങനെ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ലോണം ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചതല്ല, പതുക്കണ വെള്ളം, പിന്നെ കൈ കൊണ്ട് തൊടാൻ പറ്റില്ലല്ലോ, നല്ല തിളക്കണ വെള്ളമാണ്. അപ്പോൾ അതിനെക്കൊണ്ട് ഇതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് മൂടിയിട്ട് കൊടുക്കുക, നല്ലോണം കത്തിച്ച് വേവിക്കുക. അപ്പത്തിന് തേങ്ങ അരച്ച് റെഡിയാക്കട്ടെ. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാ പറയാൻ മറന്നുപോയി. അങ്ങനെയുണ്ട് നമ്മളെ കറി. തിളച്ചു നല്ലോണം വെന്ത്. നമുക്ക് ഇതിലേക്ക് തേങ്ങ കലക്കി വയ്ക്കണം കേട്ടോ. നല്ലോണം വേകട്ടെ. അതാ കണ്ടോ, അടിപൊളിയായിട്ട് കത്തുന്നു. കരിവേപ്പില ഇതിൽ രസപ്പെട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് തേങ്ങ അരയ്ക്കേണ്ട ശേഷം ഇട്ട് കൊടുക്കുക കേട്ടാ. ഞാൻ ഉള്ളി, മഞ്ഞൾ, ഏലക്കായ്, പട്ട ഇട്ടുകൊണ്ട് ആട്ടിയതാണിത്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നേരിയത്തിരിക്കുകയാണ് കേട്ടോ, അതുകൊണ്ടാണ് തേങ്ങ അരച്ചത്. അല്ലാണ്ട് ഇവിടെ നമ്മൾ മസാല ഇടലും മുളക് ഇടലും ഒക്കെ ആണ്. നമ്മളെ പാത്തുവിൻ്റെ ഒപ്പനെയൊക്കെ വിളിച്ച് നോമ്പ് ഉറപ്പിക്കുകയാണ്. അപ്പം പിന്നെ യാപ്പിളമാർ വരുമ്പോഴൊക്കെ നമ്മളിങ്ങനെയാണ്. മുളകിട്ടതും മസാലക്കറിയും കൊടുക്കാനും മടിയാണ് കേട്ടാ. മല്ലിച്ചപ്പ് കൂടെ ഇതിലിട്ട് കൊടുത്ത് മസാല അടിപൊളി, നല്ല കുറുങ്ങനാണിതാ. നല്ല അപ്പം പോലെ വെക്കാൻ പറ്റൂലല്ലോ, നേരിയത്തിരിയിലൊക്കെ ഇതൊന്നും കൂടെ കുറുകും. ഇത് പറ്റുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് കുറുകും. അപ്പോൾ ഓക്കെ, മൂടി ഇട്ട് തിളക്കട്ടോ. എന്നിട്ടാ തിളച്ചിട്ടുണ്ട്. തീയൊക്കെ ഞാൻ ഓഫാക്കി കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇറച്ചിയൊക്കെ വെന്തരിഞ്ഞു. എന്നിട്ട് ആ ചൂടിന് തിളക്കുന്നുണ്ട്. ഭയങ്കര ചൂടാണ് ഈ അടുപ്പിന്. കണ്ടില്ലേ, ഞാൻ വിറകൊക്കെ എടുത്ത് ഭയങ്കര ചൂടിച്ചാൽ ഭയങ്കര ചൂടാണ്. ഇതിൽ ചെമ്പ് വെള്ളം വെറുതെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ തിളക്കുകയാണ്. ഇത് നമുക്കിത് ഇങ്ങനെ മൂടിയിട്ടു കണ്ടോ. അപ്പോൾ മനസ്സിലാവില്ല നമുക്ക് ഈ അടുപ്പ് കത്തിച്ചാണ്. ഇത് നടുവിലത്ത് കണ്ടോ ഇങ്ങനെ. ഇതട്ടാ മക്കളെ, നമ്മളിതിലേക്ക് ഇതാ നേരിയത്തിരിയാണ് ഉണ്ടാക്കിയത്. ഇറച്ചിക്കറി, ഇങ്ങനത്തെ ഇറച്ചിക്കറിയിലേക്കൊക്കെ നേരിയത്തിരി നല്ല രസം ഉണ്ടാവും കേട്ടോ.
നല്ല കുഴഞ്ഞ താള് പോലത്തെ പത്തിരിയാണ്. ഇത്രയും നേരമായി ചുട്ട് വെച്ചിട്ട് എന്നിട്ട് ഒന്നും ആയിട്ടില്ല. തറാബിയൊക്കെ പോയതാണ്. അപ്പോൾ ഇനി തറാബി നിസ്കരിച്ച് വരണം. മരുമോനും വാപ്പക്കും ഒക്കെ. അപ്പം ഓക്കെ, നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.